യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഈ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ദൈവം ഈ ഒരു രാജ്യത്തിൽ കൂട്ടിവരുത്തിയപ്പോൾ വന്ന സമയം തൊട്ട് മിനിസ്ട്രിയോട് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയോട് ഒരുമിച്ച് ജോലിയോട് കൂടെ ആയിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഒരു ചെറിയ ജോലിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എയർപോർട്ടിൽ, എഡ്മണ്ടനിലുള്ള ഒരു എയർപോർട്ടിൽ ഒരു ചെറിയ ജോലിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നു, അതിനുശേഷമായിരുന്നു ആ ജോലിയിൽ കയറിയത്. അന്നേരം ആ എയർപോർട്ടിൽ ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ കാണാറുണ്ട്, പല ജോലി ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട്. എൻ്റെ മനസ്സിൽ വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്നെങ്കിലും ആ ഒരു വെള്ള ഷർട്ട് ഇട്ട് ടൈ ഇട്ട് ആ ഒരു സ്ക്രീനിങ് ഓഫീസർ എന്നുള്ളൊരു ജോലിയിലേക്കൊന്ന് പ്രവേശിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ജസ്റ്റ് ഒരു ആഗ്രഹമായിട്ട് പോയി അങ്ങനെ അങ്ങ് വിട്ടു. അതിനെപ്പറ്റി പിന്നീടൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ അവേഴ്സ് കുറയുകയും കാര്യങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്നോട് പലരും എൻകറേജ് ചെയ്ത് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്ത് ഒരു 1 വീക്ക് ആയ സമയത്ത് അവിടുന്ന് റെസ്പോൺസ് വന്നു, ഇൻ്റർവ്യൂവിന് വന്നു. അങ്ങനെ ആ ഒരു ടെസ്റ്റിൽ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി ഞാൻ ആ ജോലിക്ക് പ്രവേശിച്ചു. ആ ജോലിയിൽ 2 ആഴ്ചത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അങ്ങനെ ഓരോ ആഴ്ചയിലെ ട്രെയിനിങ്ങിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടെസ്റ്റുകളുണ്ട്, 8 എക്സാമുകളുണ്ട്. അതിലെല്ലാ എക്സാമിലും 80% മാർക്ക് കിട്ടിയാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് കയറാൻ പറ്റൂ. അങ്ങനെ എക്സാംസ് 1 by 1 ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 7 എക്സാംസ് കംപ്ലീറ്റ് ആയി, അതിലെല്ലാം 80% ഉണ്ട്. പക്ഷേ 8ാമത്തേത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത് എക്സ്റേയുടെ എക്സാമാണ്. ആ സമയത്ത് എൻ്റെ ട്രെയിനിങ് സമയത്ത് എല്ലാ ടെസ്റ്റുകളിലും പ്രാക്ടീസ് ടൈമിലെല്ലാം എനിക്കൊരു 60%, 65% അതിൽ കൂടുതൽ മാർക്ക് കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളുടെയൊക്കെ ഞാൻ നോക്കുമ്പോൾ 85, 90, 100 ആ ഒരു റേഞ്ചിലാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. ഞാനോർത്ത് ദൈവമേ, എനിക്ക് ഈ ജോലി പറഞ്ഞിട്ടുള്ളതല്ല, ഇതെനിക്ക് കിട്ടത്തില്ല എന്നോർത്ത് ഞാനിങ്ങനെ എൻ്റെ പഴയ ജോലി സ്ഥലത്തേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു, അടുത്ത ആഴ്ച തൊട്ട് എന്നെ ഫുൾ ടൈം സ്കെഡ്യൂളിൽ ഇട്ടുള്ളൂ, എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിശ്വാസത്തോടെയാണ് ആ സമയത്ത് ഇരുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ട് ഞാൻ തന്നെ വിലയിരുത്തി എന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന്. പക്ഷേ ആ ദിവസം ലാസ്റ്റ് ടൈം ആയപ്പോൾ അന്നത്തെ ഈവനിങ്ങിൽ ആ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു മാഡം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ നടക്കുന്ന എക്സാമാണ് ഫൈനൽ, അതിൽ 80% ഇല്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് ദിസ് കമ്പനി, നിങ്ങൾക്ക് ഇനിയും ഇതിൽ ജോലിയിൽ തുടരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ പെട്ടെന്ന് അറിയാതെ അറിയാതെ പറഞ്ഞു. പക്ഷേ അത് എല്ലാവരും അത് കേട്ടു. ഓ മൈ ഗോഡ് എന്ന് ഞാൻ പറഞ്ഞു. അന്നേരത്തേക്ക് ആ പുള്ളിക്കാരി എൻ്റെ പെർഫോമൻസ് കണ്ടിരുന്നത് കൊണ്ട് ആ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്, ഈവൻ ഇഫ് യുവർ ഗോഡ് കംസ് ഡൗൺ യു വോണ്ട് പാസ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഞാൻ പിന്നീട് മനസ്സിലാക്കിയിരുന്നൊരു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ആ ഒരു വാക്ക് പറഞ്ഞതെന്നുള്ളത്. അന്നേരം ഞാൻ ഒത്തിരി വിഷമിച്ചു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയിൽ പ്രാർത്ഥനയോടെ ഈ എക്സാമിന് കടന്നു വന്നു. എക്സാം തുടങ്ങി, എല്ലാ ആൻസേഴ്സും എഴുതി. സെക്കൻഡ് ലാസ്റ്റ് ആൻസർ ആകുമ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്യണം, ആ വ്യക്തിയെ നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ആൻസർ കാണിക്കണം. അന്നേരം ആ ലാസ്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മാർക്ക് എത്ര എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നത്. അങ്ങനെ എൻ്റെ കൂടെയുള്ള 10ൽ പരം ആളുകൾ ഇങ്ങനെ എക്സാം എഴുതി. 8 പേരോളം കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും കംപ്ലീറ്റായി വെളിയിൽ പോയി. ഞാൻ 9ാമനായിട്ട് ഞാൻ ആ എക്സാം കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഫൈനൽ ആൻസറിന് മുമ്പ് ഞാൻ ആ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ മാഡത്തിനെ വിളിച്ചു. ഞാൻ ആൻസറിൻ്റെ ക്ലിക്ക് ചെയ്തപ്പം ഞാൻ കണ്ടു എൻ്റെ സ്കോർ 87%. ഞാൻ അത്ഭുതത്തോടെ, എനിക്ക് എങ്ങനെ ആ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ വെളിയിലോട്ടിറങ്ങി. ഞാൻ വെളിയിലിറങ്ങിയപ്പം എല്ലാവരും, എൻ്റെ കൂടെയുള്ള എല്ലാവരും കരഞ്ഞോണ്ടും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ആ കാര്യമെന്ന്. അത് കഴിഞ്ഞ് എല്ലാവരെയും തിരിച്ച് അകത്ത് ആ റൂമിലേക്ക് കയറ്റി. അന്നേരം അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒറ്റ ഒരാൾ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിൽ പാസ്സായിട്ടുള്ള അത് എബിനാണെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത വാക്ക് അവിടെ എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, മൈ ഗോഡ് കെയിം ഡൗൺ, ദാറ്റ്സ് വൈ ഐ പാസ്.
ഞാൻ എൻ്റെ സ്വന്തം എബിലിറ്റിയിലോ എൻ്റെ കഴിവിലോ എന്തെങ്കിലും ചെയ്യാൻ ചിന്തിച്ചാൽ ഞാൻ അതിൻ്റെ തലേദിവസം വരെ ഞാൻ ചിന്തിച്ച കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പാസ്സാവത്തില്ല. പക്ഷേ ദൈവം ഇറങ്ങി വന്നാൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. അതുകൊണ്ട് യൗവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമേറിയ, ഏറ്റവും പ്രയാസമേറിയ എന്ത് വിഷയമായിക്കോട്ടെ, അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുക. കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്ന വിധങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടായിരിക്കും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ക്രൂശുമേന്തി പോയിടും ഞാൻ, യേശുവിനായി പോയിടും ഞാൻ, താൻ വിളിച്ചാൽ പോയിടും ഞാൻ, യേശുവിനായി ഏതു നാട്ടിലും. ക്രൂശുമേന്തി പോയിടും ഞാൻ, യേശുവിനായി പോയിടും ഞാൻ, താൻ വിളിച്ചാൽ പോയിടും ഞാൻ, യേശുവിനായി ഏതു നാട്ടിലും. പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ഏതായാലും പോയിടും ഞാൻ, താൻ വിളിച്ചാൽ പോയിടും ഞാൻ, യേശുവിനായി ഏതു നാട്ടിലും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായി അന്ത്യത്തോളവും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായി അന്ത്യത്തോളവും. ക്രൂശുമേന്തി പോയിടും ഞാൻ, യേശുവിനായി പോയിടും ഞാൻ, താൻ വിളിച്ചാൽ പോയിടും ഞാൻ, യേശുവിനായി ഏതു നാട്ടിലും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായി അന്ത്യത്തോളവും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായി അന്ത്യത്തോളവും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായി അന്ത്യത്തോളവും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായി അന്ത്യത്തോളവും.